മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവമാകുന്നതിനിടെ മുസ്ലിം ലീഗ് എംഎൽഎക്ക് സ്വീകരണമൊരുക്കി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി. കോഴിക്കോട് തിരുവമ്പാടി എംഎൽഎ CK കാസിമിനാണ് വെൽഫെയർ പാർട്ടി സ്വീകരണം നൽകിയത്. വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു സ്വീകരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ B ടീമാണ് മുസ്ലിം ലീഗ് എന്ന ആരോപണം ശരിവെക്കുന്നതാണ് നിലവിലത്തെ സംഭവ വികാസങ്ങൾ. അനഘ കർഷൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. അനഘ, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം അത് പരസ്യമായി സമ്മതിക്കുന്നതിന് തുല്യമാണ്. ഒരു MLA അവരുടെ ഓഫീസിൽ ചെല്ലുകയും അവരുടെ സ്വീകരണം വാങ്ങിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പമാണ് തങ്ങൾ എന്നുള്ളത് മുസ്ലിം ലീഗ് തുറന്ന് സമ്മതിക്കുന്നത് തന്നെ ഇത് കാണേണ്ടി വരില്ലേ? തീർച്ചയായും അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ തിരുവമ്പാടി MLA ആയിട്ടുള്ള CK കാസിമിന് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി ഒരു സ്വീകരണം നൽകിയത്. ഈ CK കാസിം വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിലെത്തുന്നു. ഓഫീസിൽ വെച്ചാണ് ഈ വലിയ രീതിയിലുള്ള സ്വീകരണം നൽകുന്നത്. ഈ CK കാസിം മുസ്ലിം ലീഗിൻ്റെ MLA ആണ്. ഇത് കോഴിക്കോടിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ ലീഗ് MLA-മാർക്ക് ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ വെച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരം സ്വീകരണ പരിപാടികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കൃത്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ്. അത് സമൂഹത്തിന് മുന്നിലേക്ക് തുറന്നു കാണിക്കാനും ഒരു മടിയുമില്ല എന്നുള്ളതാണ്. ഇവർ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. അതാണ് ഏറെ വിചിത്രം എന്നുള്ളത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പിന്തുണ മാത്രമാണ് തങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മാത്രമാണ് ഈ സ്വീകരണത്തെയൊക്കെ കണ്ടാൽ മതി എന്നുള്ള കാര്യമാണ് മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെയൊക്കെ തന്നെ VD സതീശൻ നേരത്തെ പറഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം എന്നുള്ള ആ നിലപാട് അതവർ തിരുത്തി ഇപ്പോൾ നിലവിൽ അവർക്ക് അങ്ങനെ ഒരു നിലപാടേ ഇല്ല എന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിൽ ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി മുസ്ലിം ലീഗ് MLA-മാർക്ക് തകൃതിയായ സ്വീകരണമൊക്കെ തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ആത്യന്തികമായി ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് ഈ മുസ്ലിം ലീഗിന് അധികാരം ലഭിച്ചാൽ അതിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ കൂടി നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള നീക്കമാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ജമാഅത്തെ ഇസ്ലാമി അതായത് ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, ഇത് മൂന്നും സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആണ് എന്ന് പറഞ്ഞവരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിട്ടുള്ള കൂട്ടൽ മുഹമ്മദ് തന്നെയാണ് ഇത്തരത്തിലൊരു പുസ്തകം എഴുതിയിരിക്കുന്നത്. ആ പുസ്തകത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന കാര്യമൊക്കെ പറയുന്നത്. അതിൽ വ്യക്തമായി ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ എഴുതപ്പെട്ട ഒരു ഭരണഘടനയുള്ള അതുമായി മുന്നോട്ട് പോകുന്ന അതിതീവ്ര സംഘടനയായിട്ടുള്ള 2044 ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയോടാണ് ഇവിടെ മുസ്ലിം ലീഗ് കൈകോർക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ B ടീമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന നരേഷനിലേക്കും എന്നതിലേക്കും ഒക്കെ കാര്യങ്ങൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ സംഭവ വികാസങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിത്ത്, അനഘ, ഈ മുസ്ലിം ലീഗിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗിന്റെ അവരുടെ ആത്മീയപരമായിട്ടുള്ള നേതൃത്വം അല്ലെങ്കിൽ അവരെപ്പോഴും ഈ സുന്നി സംഘടനകളുമായി, പ്രത്യേകിച്ച് സമസ്തയുമായി ബന്ധപ്പെട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന വിഭാഗത്തിനൊപ്പം നിൽക്കുന്നവരാണ്. അവരുമായി ആശയപരമായി ഒട്ടും ചേരാത്തവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളൊരു വിഷയവും അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരം വ്യത്യാസങ്ങൾ പോലും മറികടന്ന്, അത്തരം വലിയ വിലക്കുകൾ അല്ലെങ്കിൽ വലിയ അതിർവരമ്പുകൾ പോലും മറികടന്നുകൊണ്ട് മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഒത്തുചേരൽ, ഏത് വിധേനയും കേരളത്തിൽ അധികാരത്തിലെത്തുക, തങ്ങളുടെ ഭരണം ഉറപ്പിക്കുക, കഴിഞ്ഞ ദിവസം തൊടുപുഴയിലൊക്കെ മുദ്രാവാക്യം വിളിച്ചതുപോലെ ഇനി കേരളം ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, അവിടെ ഞങ്ങൾക്കൊരു വ്യത്യാസവുമില്ല, ഞങ്ങൾ ഒരുമിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഈ കേരളം ഭരിക്കുന്നത് എന്നുള്ളത് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടിയല്ലേ ഇത്തരം ഈ കൂട്ടുചേരലുകൾ? തീർച്ചയായും. അതായത് പ്രജിത്ത്, ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 38 ഇടങ്ങളിലധികം വെൽഫെയർ പാർട്ടി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം മത്സരിച്ചിരുന്നു. അതുപോലെ തന്നെ SDP എന്ന തീവ്ര സംഘടനയും ഒക്കെ തന്നെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് കൃത്യമായി ഇവരുടെ ഒരു അപ്രമാദിത്വം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ തങ്ങളുടെ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്ന മലപ്പുറം ജില്ലാ വിഭജനം അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള നിരവധി കാര്യങ്ങൾ അവർ
മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നടപ്പിലാക്കി എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനം വേണം. ഈ അധികാര സ്ഥാനം നിലവിൽ ലഭിക്കുക അത് മുസ്ലിം ലീഗിനായിരിക്കും. ഇതിനോടകം തന്നെ 5 മന്ത്രിമാർ മുസ്ലിം ലീഗിന് ഉണ്ടാകും. കേരള നിയമസഭയിൽ 5 മന്ത്രിമാർ മുസ്ലിം ലീഗിന് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ തങ്ങളുടെ ആവശ്യം നേടിയെടുക്കാൻ അധികാര ശ്രേണിയിലുള്ള ഒരു കക്ഷിയുമായി തങ്ങൾക്കൊപ്പം ചേരണമെന്നുള്ള നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ വെൽഫെയർ പാർട്ടിക്കും ഒക്കെ ഉള്ളത്. അതിന് ഏറ്റവും എളുപ്പം മുസ്ലിം ലീഗുമായി ചങ്ങാത്തം കൂടുക, മുസ്ലിം ലീഗിനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കുന്നത്, ഇത്തരത്തിലുള്ള മതവർഗീയ സംഘടനകളെ സ്വീകരിക്കുന്നതിൽ മുസ്ലിം ലീഗിനും യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്. അവരും അവരെ ചേർത്ത് വിൽക്കുകയാണ്. അതിലൊക്കെ ഉപരി UDFും ഇവരെ കൈകൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ രീതിയിലുമുള്ള മുന്നോട്ടുള്ള പോക്കിന് എല്ലാ രീതിയിലുള്ള പിന്തുണയും അത് UDFിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ കൃത്യമായി തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർ നടപ്പിലാക്കാനുള്ള അജണ്ടകളൊക്കെ അവർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് എളുപ്പ വഴിയാണ് മുസ്ലിം ലീഗുമായി ഇപ്പോൾ ഉണ്ടാകുന്ന ഈ നടപടിക്രമങ്ങൾ. ഓക്കെ അനഘ, എന്തായാലും പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ടത് ഈ സമസ്ത നേതൃത്വം നൽകുന്ന സുന്നി വിഭാഗത്തിന്റെ രാഷ്ട്രീയ സംവിധാനമായിട്ടുള്ള മുസ്ലിം ലീഗിനെ പോലെയല്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ രണ്ടാണ് എന്ന് വാദിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ, അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവരെല്ലാവരും ഒന്നാണ്. അങ്ങനെ ഒന്നിച്ചു ചേരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്.